അപ്പൊ നമുക്ക് നല്ലൊരു റൊമാൻറ്റിക് പെർഫോമൻസ് കാണാം അല്ലേ? റൊമാൻസിന്റെ മൂഡിലാണ് വേദി. അതെ അതെ. ആദ്യം വേദിയിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തെ ഒരു ടീംമേറ്റ് ആണ് മാളവിക. പൂക്കൾ പൂക്കും തരുണം ആരുയിരെ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றேனோ எதுவும் தோன்றவில்லை இது எதுவோ இரவும் விடியவில்லை அது விழுந்தால் பகலும் முடியவில்லை பூந்தளிரே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று வித என்று வீழ்த்தூவும் மழை என்ற இதயன்ன இவள் தோட்டம் பூ பூக்குதே வாலின்றி போரின்றி வலிக்கின்ற யுத்தம் என்று இதயன்ன இவனுக்குள் என வெல்லுதே இதயம் முழுக இருக்கும் இதை அறிய எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முதலிரே മാളവിക നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല കളർ, ഫസ്റ്റ് കോസ്റ്റ്യൂം അല്ലേ, ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു കാണാൻ. പ്രത്യേകിച്ച് ഇതിന്റെ ഈ ഒരു വേർഷൻ എടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒറിജിനലിനെ കാട്ടിയും ഹരി പാടിയ വേർഷൻ അത് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരാളുടെ കണ്ണിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ജീവാംശമായി പാടിയ അതേ ശബ്ദം തന്നെ അല്ലേ ഈ പാട്ടിൽ കേട്ടപ്പോൾ? അത് ഫസ്റ്റ് തിങ്. ജീവാംശമായി എന്ന് പറഞ്ഞ തീവണ്ടിയിലെ സോങ് പാടിയത് ഹരിയാണ്. പ്ലസ് ഹരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ ഹരിയുടെ തന്നെ ടു ബി ഫ്രാങ്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതിന്റെ ഒറിജിനലിനെക്കാട്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു കവർ സോങ് ആണ്. ആൻഡ് ആ സോങ് സെലക്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അതിന്റെ കൂടെ അതിനോട് ജസ്റ്റിസ് കാണിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു നിങ്ങൾ ചെയ്തത്. ഈ പെർഫോമൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡാൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം, അതിന് യൂസ് ചെയ്യുന്ന കളറ്, പിന്നെ ഈവൺ നിങ്ങൾ ആ സ്പോട്ട് ലൈറ്റ് കൊടുത്തപ്പോൾ പോലും ഭയങ്കര ഒരു ഫീലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ പോലുള്ള ആ സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വിഷ്വലി ഇറ്റ് ലുക്ക്ഡ് വെരി റൊമാൻറ്റിക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയും. ഐ ലവ്ഡ് ഇറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കെമിസ്ട്രി. താങ്ക് യു. ആളെ പരിചയപ്പെട്ടില്ല പറഞ്ഞോളെ. ആരാണ്? എൻ്റെ പേര് ആഹിഷ് എന്നാണ്. എങ്ങനെയാണ് പരിചയം? നമുക്ക് പരിചയപ്പെടുത്തി തരൂ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പേ ഒരുപാട് പെർഫോമൻസ് ചെയ്ത് പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു അല്ലേ? നല്ലൊരു വഴക്കുണ്ടായിരുന്നു. പറഞ്ഞോളൂ മാളവിക. അത് ആയിഷേട്ടനോട് പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ ശരിക്കും ഒരു ലക്കാണ്. ഒരു ഷോയുടെ സെക്കൻഡ് റണ്ണറപ്പാണ്. ഡാൻസ് റിയാലിറ്റി ഷോയുടെ സെക്കൻഡ് റണ്ണറപ്പാണ്.
കുറച്ച് പാടായിരുന്നു പിടിച്ചു നിൽക്കാൻ. എനിവേ ഭരത് ജി, Performance wise, it was amazing. താങ്ക് യു സർ. Amazing. Firstly, pair roundல നിങ്ങളோட കെമിസ്ട്രി അടിപൊളിയാണ്. Beautiful chemistry. It's always, we're very lucky if we have a good partner who can really understand your plus and minus and then act accordingly. നിങ്ങളோட partner, he understood how much you can do because definitely அவர் உங்களோட பெட்டரா பண்ணாரு சில மூவ்ஸ்லலாம். But there are certain points where he also made sure that அந்த லிஃப்ட்ஸ் அதோட கம்ப்ளீஷன் எல்லாமே நீங்கள் பண்ணுற எல்லாத்துக்குமே he supported you really well. So there was a good understanding between both of you. It was more lusty. அது எப்படி சொல்கிறது எனக்கு தெரியல. வெரி ரொம்ப சிடக்டிவ் ரொமான்ஸ் இருந்தது அது. the positions, your poses on different sides. பட் நைஸ் இட் வாஸ். மாஸ்டரில் இப்போ நேரத்தை ஒரு ரவுண்டில் வந்துட்டு ஒரு வல்கராக பண்ணக்கூடாதுனாங்களா, அந்த மாதிரி எங்கேயுமே தெரில. இட் வாஸ் அ பியூட்டிஃபுல் சிடக்ஷியஸ் ரொமான்ஸ். ஸோ அழகாக இருந்தது பார்க்குறதுக்கு. குட் சாய்ஸ் ஆஃப் சாங் பிகாஸ் சாங் இஸ் த ஃபர்ஸ்ட் திங் விச் கனெக்ட்ஸ் யூ வித் த டான்சர். அண்ட் நல்ல சாய்ஸ் ஆஃப் சாங் அண்ட் குட் காஸ்டியூம்ஸ். ஓவரால் வெரி 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 குட் பர்ஃபார்மன்ஸ். താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മാസ്റ്റർ Malavika, Ayush, the pair performance, Kidu performance. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു സോ മച്ച്. Your partner, Ada, Ayush, super. Choreography, super. Romance, അവിടെ പെർഫെക്റ്റ് ആണ് പ്ലേസിലുണ്ട്, അത് സൂപ്പർ. ഓൺലി ദ മാളവിക ഇപ്പോൾ അവർ ആയിഷ ഉണ്ടല്ലേ, അവരോട് സെപ്പറേറ്റ് ആയിട്ട് സോളോ ആയിട്ട് ചെയ്യുമ്പോൾ അവരോട് ഒരു എനർജി ഉണ്ട്, ഒരു ഫ്ലെക്സിബിൾ ഒരു ഉണ്ട്. അത് മാത്രം പിടിച്ചാൽ മതി. ആയിഷ് ഫ്രണ്ട് അല്ലേ, കൊഞ്ചം ടൈം സ്പെൻഡ് പണി എന്താണ് അത് മാത്രം. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒന്ന് പറയണു, രണ്ടുപേരും കോർഡിനേഷൻ സൂപ്പർ. അത് മെയിൻ കോർഡിനേഷൻ. സെപ്പറേറ്റ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ കോർഡിനേഷൻ സൂപ്പർ. ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് പോകുമ്പോൾ ആയുഷ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു ഫ്രെയിം മാളവിക, അത് മാത്രം ഒരു ടിപ്സാണ്. അതെടുത്താൽ നമ്മൾ ഫൈനൽ പോവാം. മനസ്സിലായോ? താങ്ക് യു മാസ്റ്റർ. താങ്ക് യു സോ മച്ച്. മാലു, എന്തോ? നല്ല പെർഫോമൻസ് മാലു ആൻഡ് ആയുഷ്. താങ്ക് യു മാം. വെരി കംപ്ലീറ്റ് പെർഫോമൻസ്. റൊമാൻറ്റിക് റൗണ്ടിന് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ തന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. ഭാരത് പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ ലിറ്റിൽ എന്ത് പറയാം, കാമം കലർന്ന ഒരു കാതൽ. പക്ഷേ അത് ഒരു പൊടി കൂടി പോയില്ല. ഇറ്റ് വാസ് ദെയർസ് എ തിൻ ലൈൻ അല്ലേ വൾഗാരിറ്റിക്കും ലവിനും. യു മെയിൻറ്റെയിൻ ദാറ്റ് ബാലൻസ്. കാണാൻ നല്ല ഭംഗിയായി തോന്നി. നല്ല മൂവ്മെൻറ്റ്സ്, നല്ല കോസ്റ്റ്യൂംസ് ആൻഡ് തുടക്കം ആ ഇൻസ്ട്രുമെൻ്റ് വെച്ച് ചെയ്തത്. എനിക്ക് മാലുയുടെ എക്സ്പ്രഷൻസ് വളരെ ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്ത് ഇങ്ങനെ ചെയ്തതെല്ലാം. വെരി 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 നൈസ് പെർഫോമൻസ്. മാളവിക മാസ്റ്റർക്കായിട്ടൊരു സർപ്രൈസ് ഉണ്ട് കൊണ്ടുവന്നിട്ട്. മാസ്റ്റർ ഈ ഡാൻസ് ചെയ്ത കൊറിയോഗ്രാഫറിനെ സ്റ്റേജിലോട്ട് വിളിച്ചോട്ടെ. അതാണ് മാസ്റ്റർക്കുള്ള സർപ്രൈസ്. അതെന്താണെന്ന് അറിയാം ഈ മാസ്റ്റർക്ക്. ഡാൻസ് ചെയ്ത കൊറിയോഗ്രാഫർ സ്റ്റേജിൽ വരണം. വരട്ടെ. நேற்று வரை நேரம் போகவில்லை உனதருகே நேரம் ഇതാണോ മാളവിക കൊറിയോഗ്രാഫർ? ആണ്. ആള് നല്ലൊരു സുന്ദരനാണല്ലേ? ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അഖിലാണ് ഇവരുടെ കൊറിയോഗ്രാഫർ. അഖിലിനെ ഞാൻ മാസ്റ്ററിനെ പരിചയപ്പെടുത്താം. അഖിൽ ഒരു ട്രിവാൻഡ്രംകാരനാണ്. അതിലുപരി അഖിൽ വേൾഡ് ഹിപ്പ് ഹോപ്പ് ഡാൻസിൻ്റെ ഇവിടെ ട്രിവാൻഡ്രത്തു നിന്നൊരു ടീം സെലക്റ്റായി. ആ ടീമിൽ വൺ ഓഫ് ദി മെമ്പേഴ്സാണ്. ഒരു അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് ഇന്ത്യയിൽ തന്നെ അതിൽ അവരുടെ ഒരു ടോപ്പ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഡാൻസേഴ്സിൽ ഒരാളാണ്. പറഞ്ഞില്ലല്ലോ. മാളവിക പറയൂ. ഇനി മാളവികക്ക് എന്തോ പറയാനുണ്ട്. അഖിൽ ചേട്ടൻ മാസ്റ്ററിന്റെ സ്റ്റുഡൻ്റ് ആണ്. ഓ, ശിഷ്യന് ഓർമ്മയുണ്ടോ മാസ്റ്റർ? இல்லை நல்லாயிட்டு ஓர்மை உண்டு. நம்ம இப்போது வரும்போது அக்கீல் வந்து என்ன இப்போது நம்ம அசிஸ்டன்ஸ்லாம் உண்டு இல்லை, நம்ம டான்ஸ் ஸ்டுடியோவில் 10 அபவ் பிரான்ச்சஸ்லாம் உண்டு. ആ ബ്രാഞ്ചസിൽ ഞാൻ ടി നഗർ മെയിൻ ബ്രാഞ്ചിൽ അവിടെയേ സ്റ്റേ ചെയ്ത് പഠിച്ചു. ചിലൊക്കെ സ്റ്റെപ്സ് എല്ലാം പഠിച്ചു ട്രെയിൻ എടുത്ത് പോയി. മാസ്റ്റർ ഒരു കാര്യം കൂടെ, അഖിലിൻ്റെ ഒരു 2 നമ്പർ ഇവിടെ കാണിക്കാനായിട്ടൊന്ന് പറയണം മാസ്റ്റർ. ഷുവർ തീർച്ചയായിട്ടും. ഇന്ത്യൻ ഹിപ്പ് ഹോപ്പ് ചാമ്പ്യൻഷിപ്പിലെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളത്തിന്റെ അഭിമാനമായ അഖിൽ ഓൺ സ്റ്റേജ്.
കണ്ണുമോനെ ഏതാണ് കഥ ഇത് നാടാകയോടി തോൽക്കുന്ന കളികളിൽ ഞാനറിഞ്ഞാനേത് ഞാനും നട്ടം തിരിഞ്ഞ് കാണാത്ത ലോകം കൺമുന്നിൽ തെളിയണ് കണ്ണാടി പോലും കള്ളങ്ങൾ പറയണ് ഞാനറിഞ്ഞാനേത് ഞാനും തട്ടിത്തടഞ്ഞ് തലമുകളിൽ തിരിയുകയായി ഈ ഭൂമിയാകുന്ന കോലം ഒരു മലയായി പെരുകുകയായി ഗതികേറി നാട്ടങ്ങൾ തെരുവിതിലെ വഴി പറയൂ ഇനി എന്റെ രാജ്യത്തെ നടവുകളോ തുടരുകയായി ഇതാ വാവ്. എന്തായാലും അഖിലിനെ ശരിക്കും നമുക്ക് വിടാൻ തോന്നുന്നില്ല, പക്ഷെ വിട്ടല്ലേ പറ്റൂ അല്ലേ?